ഹലോ എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ടോപ്പിക് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ? തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ നമ്മുടെ വിഷയം ഡാൻഡ്രഫാണ്. ഡാൻഡ്രഫ് ഒരു വലിയ ഭീകരം തന്നെയാണ് അല്ലേ? കാരണം കുറേ പേർക്കുള്ളൊരു പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞ വട്ടത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റൈസ് വാട്ടർ എങ്ങനെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റെമഡി തന്നെയാണത്. അത് അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കേണ്ടായി, ഡാൻഡ്രഫിനുള്ള വീഡിയോ ചെയ്യാമോ? ഡാൻഡ്രഫ് കാരണം ഭയങ്കര ഹെയർ ലോസ് ഉണ്ട്, അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ കാര്യം ശരി തന്നെയാണ്. നമ്മൾ ഈ ഹെയർ ഗ്രോത്തിനുള്ള വീഡിയോ ചെയ്തിട്ട് ഈ ഡാൻഡ്രഫ് ഉള്ളവർക്ക് യാതൊരു കാര്യമില്ല അല്ലേ? ഈ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, ഒന്നും നടക്കില്ല. ആളൊന്നിനും സമ്മതിക്കില്ല, ഹെയർ ഗ്രോത്തിനും സമ്മതിക്കില്ല, ഉള്ള ഹെയറൊക്കെ കൊഴിച്ച് കളയും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ഡാൻഡ്രഫിനെ മാറ്റി നിർത്തണം. ഞാനാണെങ്കിൽ പണ്ട് കുറേ നാച്ചുറൽ ആയിട്ടുള്ള കുറേ റെമഡീസ് പരീക്ഷിച്ചിട്ടുള്ള ആളാണ്. കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും മരുന്നുകളും ഒന്നും ഉപയോഗിച്ചിട്ടില്ല എൻ്റെ ഹെയറിൽ. ആകെ ഷാംപൂസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മറ്റ് നാച്ചുറൽ ആയിട്ടുള്ള കുറേ റെമഡീസ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര എഫക്റ്റീവ് ആയിട്ടുള്ള, ഇത്രയും എനിക്ക് ഗുണം ചെയ്തിട്ടുള്ള ഒരു ഒരു റെമഡി ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഭവം. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഓക്കെ, ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടല്ലോ, ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഷാമ്പു ആയിരുന്നു. അത് നല്ലപോലെ ഡാൻഡ്രഫിന് കളയും, പക്ഷെ അതുമാതിരി തന്നെ നമ്മുടെ ഹെയറും പോവും. ഡാൻഡ്രഫ് എങ്ങനെ പോകുന്നു അതുമാതിരി എൻ്റെ ഹെയറും പോയിരുന്നു. അപ്പോൾ അതിനൊക്കെ മുന്നേ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നല്ലേ? നമ്മുടെ പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് ഈ മുൻകരുതലുകൾ എന്തൊക്കെയാണെങ്കിൽ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെങ്കിൽ നമ്മുടെ സ്കാൾപ്പ് നല്ലപോലെ ക്ലീൻ ചെയ്യണം, ഡെയിലി ക്ലീൻ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ കുളിച്ചില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ 2-3 ദിവസം കുളിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഇച്ചിരി റാഷസ് ഒക്കെ വരില്ല നമുക്ക്. അതുമാതിരി തന്നെ നല്ല ചൊറിച്ചിലുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതുമാതിരി തന്നെ നമ്മുടെ സ്കാൾപ്പിൽ അങ്ങനെയാണ് ഈ വിയർപ്പടിഞ്ഞുകൂടി അതിൽ ഈ ഡസ്റ്റ് വന്നിരുന്ന് ആകെ ഡേർട്ടൊക്കെ ആയിട്ട് ആകെ ഇൻഫെക്ഷൻ പിടിക്കും. അതാണ് ഈ ഡാൻഡ്രഫ് വരാനുള്ള മെയിൻ കാരണം. അപ്പോൾ നമ്മുടെ സ്കാൾപ്പ് എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റാക്കി വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സോപ്പ്, അതുപോലെ ഷാംപൂസ് ഒക്കെ ഉണ്ടല്ലോ, ഹാർഡായിട്ടുള്ള മൈൽഡ് അല്ലാത്ത ഷാംപൂസൊക്കെ ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കാം. ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഡെയിലി ഉപയോഗിക്കാതിരിക്കാം. നമ്മുടെ സ്കാൾപ്പിനൊരു pH ഉണ്ട്, അതാകെ ഡിസ്ട്രോയ് ചെയ്ത് കളയും, ആകെ നശിപ്പിച്ച് കളയും. അപ്പോൾ നിങ്ങളത് ഉപയോഗിക്കാതിരിക്കാം. മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്താണെങ്കിൽ നമ്മുടെ തോർത്തുമുണ്ട്, തോർത്ത് പിന്നെ പില്ലോ കവർ, പില്ലോ, തോർത്ത്, ചീർപ്പ്, പാൻ ചീർപ്പ്, മറ്റ് ചീർപ്പുകൾ, പിന്നെന്താ ഹെയർ ക്ലിപ്പുകൾ, ഹെയർ ബാൻഡുകൾ, അതൊക്കെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഷെയറിങ് ഒഴിവാക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കോമ്പ് വേണം, പിന്നെ പില്ലോ കവർ വേണം, പിന്നെ ബാത്ത് ടവൽ വേണം. ഇതൊന്നും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക, ഷെയറിങ് ഒഴിവാക്കുക. അപ്പോൾ അതിലൂടെ പരമാവധി നമുക്ക് ഡാൻഡ്രഫിനെ ഒഴിവാക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഡാൻഡ്രഫ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഈ തോർത്തും മറ്റൊക്കെ ഉപയോഗിക്കാൻ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് സ്പ്രെഡ് ആകും, അതിൽ നിന്നും നമുക്കും കിട്ടും അങ്ങനെ ഡാൻഡ്രഫ്. അപ്പോൾ അത് ഒഴിവാക്കാം, ഷെയറിങ് ഒഴിവാക്കുക. ഇപ്പം ഞാൻ ഈ പറയുന്ന റെമഡി എന്നല്ല, ഏത് ഡാൻഡ്രഫ് പോകാനുള്ള ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് തോർത്തും പില്ലോ കവറും പാൻ ചീർപ്പും മറ്റ് ചീർപ്പുകളും ഹെയർ ബാൻഡുകളും ക്ലിപ്പുകളും എല്ലാം നല്ലപോലെ വാഷ് ചെയ്ത് ഒരു ഡിസിൻഫെക്റ്റൻറ്റ്, ഡെറ്റോൾ മാതിരിയുള്ള സംഭവങ്ങളിലൊക്കെ മുക്കിയിട്ട് നല്ലപോലെ സൺലൈറ്റിൽ നല്ലപോലെ ഉണക്കിയെടുക്കുക. എന്നിട്ട് വേണം എന്തും ചെയ്യാൻ. ഈ ഞാൻ പറയുന്ന റെമഡി മാത്രമല്ല, ഏതൊരു റെമഡി ആണെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. പില്ലോ കവറും തോർത്തും ഒക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നല്ലപോലെ വാഷ് ചെയ്തൊരു ഡിസിൻഫെക്റ്റൻറ്റിൽ മുക്കി ഉണക്കിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഇത് ഉപയോഗിച്ച് തുടങ്ങിയ ഫസ്റ്റത്തെ റിസൾട്ട് തന്നെ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റത്തെ യൂസിൽ തന്നെ നല്ലപോലെ ഒരുവിധമൊക്കെ ഡാൻഡ്രഫ് പോയി കിട്ടും. എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിരിക്കും. പിന്നെയും ആഴ്ചയിൽ നമ്മുടെ പില്ലോ കവറും തോർത്തൊക്കെ ക്ലീൻ ചെയ്യാം. ഇത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക. ആഴ്ചയിൽ എല്ലാവർക്കും ഒരുവിധം അറിയായിരിക്കും, ധാരാളം ഗുണങ്ങളുള്ളതാണ്. അതിൻ്റെ ഗുണങ്ങൾ പറയാനിരുന്ന ഈ വീഡിയോ മതിയാകില്ല. അപ്പോൾ ആപ്പിളിൻ്റെ സത്താണ്, ആപ്പിളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു വിനീഗറാണ് ഈ ആപ്പിൾ സിഡർ വിനീഗർ. കുറച്ച് എക്സ്പെൻസീവ് ആണ്. എൻ്റെ കയ്യിൽ 2 തരം ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെയധികം നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഡാൻഡ്രഫിനെ കംപ്ലീറ്റ്ലി കളയും. കാരണം നമ്മുടെ സ്കിന്നിൻ്റെയും അതുമാതിരി തന്നെ സ്കാൾപ്പിലൊക്കെ pH നല്ലപോലെ ബാലൻസ് ചെയ്യും, pH തിരിച്ചു കൊണ്ടുവരും.
ഇതാണ് സംഭവം ആപ്പിൾ സിഡർ വിനീഗർ. ഓക്കെ, ഇതാണ്. ഇതെൻ്റെ തീരാറായി. ഈ ബോട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കണ്ടോ? ഇത്രയ്ക്കായി. ഇത്രത്തോളം ഞാൻ ഉപയോഗിച്ചു. എൻ്റെ ഹെയറിൽ മാത്രമായിട്ടാണ് ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത്. ഫേസിലും മറ്റുപയോഗിക്കാം. കുറേ യൂസസ് ഉണ്ട് ഇതിന്. പക്ഷെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഹെയറിൽ മാത്രമായിട്ടാണ് ഇത്രത്തോളം ഉപയോഗിച്ചത്. ഇത് ഈ പുതിയ ബോട്ടിലാണ്. ഇതിൽ നിന്ന് ഉപയോഗിച്ചു. പക്ഷെ ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് പക്ക ഒറിജിനലാണ്. നിങ്ങൾ ആപ്പിൾ സിഡർ വിനീഗർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഹെയറിലും ഫേസിലും ഒക്കെ ഉപയോഗിക്കാനാണെങ്കിൽ ഇതുമാതിരിയുള്ള മദർ വാങ്ങണം. മദർ ടൈപ്പ് രണ്ടും മദറാണ്. കണ്ടോ, ഇവിടെ ഇരിക്കാൻ കണ്ടോ, വിത്ത് ദ മദർന്ന്. അതുമാതിരി തന്നെ അതെ ഇതിലുണ്ട് വിത്ത് ദ മദർന്ന്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതും മദറാണ്. ഇത് നോക്കിയാൽ ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും. ബ്രാഗിൻ്റെ ആണത്, കണ്ടോ? ബ്രാഗിൻ്റെ ആപ്പിൾ സിഡർ വിനീഗർ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പക്ഷെ അത്രയും ഗുണങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് താഴെ നോക്കിയാൽ അറിയാം, കുറേ സെഡിമെൻ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത്, അടിഞ്ഞു കൂടി കിടക്കണുണ്ട്. കുറേ പാർട്ടിക്കിൾസ് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കണ കാണാം, കുറേ സെഡിമെൻ്റ് ആയിട്ട് കാണാം, കണ്ടോ? അപ്പോൾ ഇങ്ങനെ കിടക്കുന്നതാണ് മദർ എന്ന് പറയുന്നത്, വിത്ത് ദ മദർ. ഇത് അൺഫിൽറ്റേർഡ് ആണ്. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ. ഫസ്റ്റ് അവർ എടുക്കുന്നത് ഇതാണ്. ആപ്പിളിൻ്റെ കുറേ പാർട്ടിക്കിൾസ് ഒക്കെ കണ്ടോ, കുറേ ഭാഗങ്ങളൊക്കെ താഴെ ഇങ്ങനെ കിടക്കുന്നത് കാണാം അടിഞ്ഞു കൂടി. ഇതാണ് മദർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിത്ത് ദ മദർ തന്നെ നിങ്ങൾ നോക്കി വാങ്ങണം കേട്ടോ. ഇത് നിങ്ങളുടെ ഹെയറിൻ്റെ വോളിയം തിക്നെസ് ഒക്കെ അനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യാം. എനിക്ക് 2 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗറും 2 ടേബിൾ സ്പൂൺ വെള്ളവും, അതായത് ഈക്വൽ എമൗണ്ട്. ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ എടുക്കുകയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ തന്നെ നമ്മൾ വാട്ടർ എടുക്കണം. ഓക്കെ, ഈക്വൽ എമൗണ്ട് എടുത്ത് മിക്സ് ചെയ്തിട്ട് വാം വാട്ടർ എടുക്കുക കേട്ടോ. ചെറിയൊരു വാം വാട്ടറിൽ നല്ല വാം വാട്ടർ എടുക്കുക. അതിൽ ഇത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇതുമാതിരി സ്പ്രേ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്ത ശേഷം നമുക്ക് കുളിക്കാം. അല്ലെങ്കിൽ പിന്നെ റൈസ് വാട്ടർ തലയിൽ ഒഴിച്ച് കഴുകുന്ന മാതിരി ഒഴിച്ച് കഴുകാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഒരു ചെറിയ സ്മെല്ലുണ്ടായിരിക്കും. ആപ്പിൾ സിഡർ വിനീഗറിന് ഒരു ബാഡ് സ്മെല്ലുണ്ട്. അപ്പോൾ അത് കളയാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ഉണ്ടല്ലോ, ഒരു ഫുൾ ലെമൺ പിഴിഞ്ഞിട്ട് കുളിക്കുന്ന കപ്പിൽ പിഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിലുകൾ ഉണ്ടെങ്കിൽ അത് വെച്ച് വാഷ് ചെയ്യാം. അത് വെച്ച് വാഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 1-2 ഡ്രോപ്പ് കുളിക്കണ കപ്പ് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാൻ. ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്. ഇതും അതുമാതിരി കോൺസെൻട്രേറ്റഡ് ആണ് കേട്ടോ. ആഴ്ചയിൽ എല്ലാ ദിവസവും നിങ്ങൾ ഉപയോഗിക്കരുത്. ആഴ്ചയിൽ 2 ദിവസം മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഏത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഇതിപ്പോൾ അവൈലബിൾ ആണ്. ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ കുറേ വിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറയുന്നത്. വെയിറ്റ് ലോസിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. വെയിറ്റ് ലോസിന് ഇതൊരു ഒരാഴ്ച ഒന്നും അടുപ്പിച്ച് ഉപയോഗിക്കാനേ പാടില്ല. കാരണം അത്രയും വെയിറ്റ് ലോസ് ഉണ്ടാകും നമുക്ക്. വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറയുന്നത്. അത് അതിൻ്റെതായ രീതിയിലൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താരം പോകാൻ ഉഗ്രം വഴിയാണ് കേട്ടോ. അത് സൂപ്പർ വഴിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.